ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഞാനും എൻ്റെ ഇഷ്ടങ്ങളും. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മുഴുവൻ തേങ്ങ നിറച്ച വീഡിയോ ആയിട്ടാണ് കേട്ടോ. തേങ്ങ നിറച്ചത് മാത്രമല്ല, നിറച്ച് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം തേങ്ങ നിറക്കാൻ നമ്മളിതിലേക്ക് ഏലക്കായ, അണ്ടിപ്പരിപ്പ്, ബദാം, ശർക്കര, നമുക്കിതൊക്കെ ഒന്ന് കയ്യിൽ കിട്ടിയപ്പോൾ നമ്മളിതൊന്ന് ട്രൈ ചെയ്തു, അത്രേ ഉള്ളൂ കേട്ടോ. എന്നാൽ ടേസ്റ്റ് ഉള്ളൊരു സാധനമാണ്. കാരണം തേങ്ങയും ശർക്കരയും മധുരവും ഒക്കെ ആകുമ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിതൊക്കെ ഒരു കുത്തുകല്ലിലിട്ടാണ് കേട്ടോ പൊടിച്ചെടുത്ത്. മിക്സിയിലിട്ട് പൊടിച്ചെടുത്താലും മതി. നമ്മൾ കുറച്ച് റിസ്ക് എടുത്ത് എന്തായാലും മെനക്കെട്ടു. അപ്പം പിന്നെ നമ്മൾ അതങ്ങനത്തെ എന്തായാലും ഒരു വീഡിയോ ആക്കുകയാണ്. അപ്പം പിന്നെ അങ്ങനെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്തു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് മിക്സൊക്കെ നമുക്ക് ശർക്കര നമുക്ക് കുറച്ച് അധികമായിട്ട്, കാരണം നമുക്ക് കുറച്ച് മതിയായിരുന്നു. നമ്മളെടുത്തപ്പോൾ ശർക്കര കുറച്ച് കൂടിപ്പോയി. അതുകൊണ്ട് തന്നെ ഇത് ശർക്കര കുറച്ച് വെള്ളമുള്ള ശർക്കരയായിരുന്നു, നല്ല ഡ്രൈ ശർക്കര ആവത്തിനോണ്ട് നമുക്ക് കുറച്ച് അതിങ്ങനെ കട്ടായിപ്പോയി. അതുകൊണ്ട് നമുക്കിത് തേങ്ങയുടെ ഉള്ളിലേക്ക് നിറക്കാൻ ഒരുപാട് പണി പെട്ടു കേട്ടോ. കുറേ ടൈം എടുത്തു ഈ തേങ്ങയുടെ ഉള്ളിലേക്ക് നിറക്കാൻ. ഇനിയിപ്പോൾ ഇത് ചുട്ടെടുക്കാനും എടുക്കും ഇതേ ടൈം, കാരണം വെന്ത് വരണ്ടേ, തേങ്ങ ഒക്കെ മുഴുവനായിട്ട് വെന്ത് വരണ്ടേ. അപ്പം അങ്ങനെ നമ്മളിതൊക്കെ നിറച്ച് വെച്ചതിന് ശേഷം ഒരു കമ്പ് കൊണ്ട് ഇതിൻ്റെ ഈ കണ്ണൊക്കെ അടച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ അടുപ്പിൽ തീയിലിട്ട് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ തേങ്ങക്കൊക്കെ പൊട്ടൊക്കെ വന്നു, തേങ്ങ നന്നായി വെന്തെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മളിതെടുത്ത് മുറിച്ച് വെക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ ഈ കണ്ണിലൂടെ ഈ ശർക്കര ഒലിച്ചിറങ്ങി, കാരണം നമ്മൾ ഒരുപാട് ശർക്കര ഇട്ടതുകൊണ്ട് ശർക്കരയൊക്കെ ഒലിച്ചിറങ്ങിയിരുന്നു. അപ്പോൾ നമ്മൾ ഇത് ചെറുതായിട്ടൊന്ന് പാളിയെന്ന് അപ്പം തന്നെ മനസ്സിലായി, കാരണം ഇങ്ങനെ ഒലിച്ചിറങ്ങാതെ കിട്ടണമായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, കഴിച്ച് വെക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഈ ശർക്കരയുടെ മധുരവും തേങ്ങ എന്തായാലും ടേസ്റ്റുള്ള സംഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണമെന്നും പറയില്ല, സാഹചര്യവും സന്ദർഭവും ഒക്കെ ഒത്തു വന്നാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു.